السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا أبي القاسم محمد خاتم الأنبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن أحسنتم أحسنتم لأنفسكم وإن أسأتم فلها. صدق الله مولانا العظيم. إن العبد ليبلغ بسوء خلقه أسفل درك جهنم وإنه لقوي في العبادة. صدق رسول الله. പ്രിയപ്പെട്ടവരെ, സൽസ്വഭാവത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, പ്രസക്തിയെക്കുറിച്ച്, മാഹാത്മ്യങ്ങളെക്കുറിച്ച് പറയുന്ന പരിശുദ്ധ ഖുർആൻ സൂക്തങ്ങളും പരിശുദ്ധ പ്രവാചകരുടെ തിരുമൊഴികളുമാണ് ഇവിടെ പറഞ്ഞതും നിങ്ങൾ കേട്ടതും ഏതാനും ആഴ്ചകളിലൂടെയായി. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആയത്തുകളും ഹദീസുകളും ഇനിയും എമ്പാടും ഉണ്ട്. പക്ഷേ ആവശ്യത്തിനു മാത്രം നമുക്ക് ഉത്ബുദ്ധരാകാൻ പാകത്തിലുള്ള അളവിൽ പരിശുദ്ധ ഖുർആൻ ആയത്തുകളും സ്വഹീഹായ ഹദീസുകളും ഉദ്ധരിച്ച് നമ്മൾ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. ഇനി കൂടുതലായി ആയത്തുകളും ഹദീസുകളും വിവരിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അടിവരയിട്ട് ഉണർത്തുന്നത്, നിങ്ങളൊക്കെയും ആത്മസംസ്കരണത്തിന് വിധേയരായിക്കൊണ്ട് നിങ്ങളിലെ കച്ചറ സ്വഭാവങ്ങളെ നിങ്ങൾ മാറ്റിയെടുത്തുകൊണ്ട് നിങ്ങളൊക്കെ നല്ല സ്വഭാവത്തിന്റെ ഉടമകളായി ജീവിച്ചാൽ അതിന്റെ നേട്ടം നിങ്ങൾക്കു തന്നെയാണ്. നേരെ മറിച്ച് മനസ്സിന്റെ പുരോഗതിയുടെ കാര്യത്തിൽ ഒട്ടുമേ ശ്രദ്ധിക്കാതെ ശരീരത്തിന്റെ പുഷ്ടിക്കും ആരോഗ്യത്തിനും വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും ചിന്തിക്കുകയും ചെയ്ത് ആത്മസംസ്കരണത്തിന്റെ ഭാഗം പാടെ അവഗണിച്ച് മനസ്സിന്റെ നന്മയ്ക്ക് വേണ്ടി ഒന്നും ചിന്തിക്കാതെ പ്രവർത്തിക്കാതെ നിങ്ങൾ മുന്നോട്ട് പോയാൽ, ജീവിച്ചാൽ അതിന്റെ ദുരന്തവും തിക്തഫലവും നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും.
സൂറ ഇസ്രാഇന്റെ 7-ാമത്തെ ആയത്തിൽ അല്ലാഹു ഈ കാര്യമാണ് പറയുന്നത്. ഇൻ അഹ്സൻതും ലിഅൻഫുസികും വഇൻ അസഅ്തും ഫലഹാ. ഇൻ അഹ്സൻതും, നിങ്ങൾ സൽഗുണങ്ങളുള്ള സൽസ്വഭാവികളായി മാറിയാൽ, ഇൻ അഹ്സൻതും, നല്ല ക്വാളിറ്റിയുള്ള സൽസ്വഭാവികളായി നിങ്ങൾ മാറിയാൽ, അഹ്സൻതും ലിഅൻഫുസികും, അത് നിങ്ങളുടെ സ്വന്തത്തിന് തന്നെയാണ് ഗുണകരമായിട്ടുള്ളത്, അത് നിങ്ങൾക്ക് തന്നെയാണ് അതുകൊണ്ടുള്ള നേട്ടം. നേരെ മറിച്ച് വഇൻ അസഅ്തും ഫലഹാ, നിങ്ങൾ ദുസ്വഭാവികളും മോശക്കാരുമായിട്ട് ജീവിച്ചാൽ, ഫലഹ, അതിന്റെ ദുരന്തവും നാശവും നിങ്ങൾ തന്നെ പേറേണ്ടി വരും. അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ ഒരൊറ്റ ഹദീസ് പഠിച്ചാൽ മതി. ഒരൊറ്റ ഹദീസ്. ഒരാൾ ദുസ്വഭാവിയാണ്, മനുഷ്യന്മാരോട് പെരുമാറാൻ അറിയില്ല, ആളുകളോട് ഇടപെടാൻ അറിയില്ല, ഭാര്യ മക്കളെ മാത്രമല്ല അയൽക്കാരെ മാത്രമല്ല ബന്ധപ്പെടുന്നവരൊക്കെ വെറുപ്പിക്കുക, ഈഗോയുണ്ട്, കോപമുണ്ട്, അസൂയയുണ്ട്, ആർത്തിയുണ്ട് എന്നിത്യാദി ദുസ്വഭാവങ്ങൾ കൊണ്ടൊക്കെ ജനങ്ങളോട് പെരുമാറുക. ഈ ആൾ എത്ര ഇബാദത്ത് ചെയ്താലും, 5 നേരം കൃത്യം ജമാഅത്തിന് പള്ളിയിൽ വന്ന് നിസ്കരിച്ചാലും, റമദാൻ വ്രതം ഫർള് നോമ്പുകൾക്ക് പുറമെ പുണ്യമുള്ള സുന്നത്ത് നോമ്പുകളൊക്കെ പിടിച്ചാലും, ചാൻസ് കിട്ടുമ്പോൾ കുറച്ചൊക്കെ ദാനധർമ്മങ്ങൾ ചെയ്താലും, അങ്ങനെ പുണ്യകർമ്മങ്ങൾ ചെയ്താലും, ഈ പുണ്യകർമ്മങ്ങളും ആരാധനാനുഷ്ഠാനങ്ങളും ഒന്നും ഫലവത്താവുകയില്ല, സ്വീകാര്യമാകുകയില്ല. ആ ഇബാദത്തിന്റെ ഫലം അയാൾക്ക് അനുഭവിക്കാൻ സാധിക്കുകയില്ല. ആലോചിച്ച് നോക്ക്. വലിയ ആബിദാണ്, ഇബാദത്തുകാരനാണ്, സ്വഭാവം മെനകെട്ടതാണ്, എന്നാ ഒരു ഫലവുമില്ല. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബി അരുൾ ചെയ്യുന്നു, ഇന്നൽ അബ്ദ ലയബ്ലുഗു ബിസൂഇ ഖുലുഖിഹി അസ്ഫല ദറകി ജഹന്നം. ഒരു മനുഷ്യൻ, ഒരു അടിമ, ലയബ്ലുഗു ബിസൂഇ ഖുലുഖിഹി, അവന്റെ ദുസ്വഭാവം കൊണ്ട് അവൻ എത്തിപ്പെടും തീർച്ച, അസ്ഫല ദറകി ജഹന്നം, നരകത്തിന്റെ അടിയിലത്തെ തട്ടില്. അവിടെയാണ് കൊടും കുറ്റവാളികളുടെ പാർപ്പിടം, അവിടെയാണ് കപടവിശ്വാസികളുടെ താമസയിടം. ഏറ്റവും കഠിനകഠോരമായ ശിക്ഷ സജ്ജീകരിക്കപ്പെട്ട നരകത്തിന്റെ അടിയിലത്തെ തട്ടിൽ ഒരു അടിമയെത്തും. ബിസൂഇ ഖുലുഖിഹി, അവന്റെ ദുസ്വഭാവം കൊണ്ട് മാത്രം, വേറൊന്നും ചെയ്യണ്ട, ചീത്ത സ്വഭാവം കൊണ്ട് മാത്രം അടിയിലത്തെ തട്ടിലെത്തും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, വഇന്നഹു ലഖവിയ്യുൻ ഫിൽ ഇബാദത്തി, വഇന്നഹു ലഖവിയ്യുൻ ഫിൽ ഇബാദത്തി, അവൻ ആരാധനാനുഷ്ഠാനങ്ങളുടെ കാര്യത്തിൽ ശക്തനായാലും ശരി. ആരാധനകളിൽ ക്ലിയറാണ് ആൾ, അതൊക്കെ ഉണ്ട്, പക്ഷെ ഇടപെടാൻ ഒക്കൂല. ഇവൻ നരകത്തിന്റെ അടിയിലത്തെ തട്ടിലാണ് എത്തുക എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. എത്ര ആയത്തുകൾ നമ്മൾ നോക്കി, എത്ര ഹദീസുകൾ നമ്മൾ പരിശോധിച്ചു മുഅ്മിനീങ്ങളെ. ഇനി നമുക്ക് മഹാന്മാരുടെ ആപ്തവാക്യങ്ങൾ കൂടി ഈ വിഷയത്തിലൊന്ന് പരിശോധിക്കാം. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഉൾക്കൊണ്ട് ജീവിച്ച
മഹാന്മാരായ സ്വഹാബാക്കൾ, താബിഉകൾ, തബഉ താബിഉകൾ അവർ സൽസ്വഭാവത്തെ എങ്ങനെ കണ്ടു, എന്തായി കണ്ടു, എത്രമാത്രം പ്രാധാന്യമുള്ളതായിട്ട് അവരൊക്കെ കണ്ടു. അവരുടെ അഭിപ്രായം, അവരുടെ വീക്ഷണം, അവരുടെ വാക്കുകൾ ഈ വിഷയത്തിലുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ഖുർആനും ഹദീസും കഴിഞ്ഞാൽ പിന്നെ സലഫുകളുടെ റൂട്ടല്ലേ വേണ്ടത്? എല്ലാവരും പറയുന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅ അല്ലേ, അഹ്ലുൽ ഖുർആനി വസുന്ന എന്നതിനേക്കാൾ പറയുന്നത് അതാണല്ലോ. അപ്പൊ പൂർവീകർ, മാതൃകാ പുരുഷന്മാർ ഈ കാര്യത്തിൽ എങ്ങനെയായിരുന്നു, അവരെന്താണ് പറഞ്ഞത്, അവർ ഈ കാര്യത്തിൽ എന്ത് സമീപനമാണ് ലോകത്തോട് പ്രകടിപ്പിച്ചത്, നമുക്കൊന്ന് പരിശോധിക്കാം. മഹാനരായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, പരിശുദ്ധ ദീനിൽ നല്ല കൃത്യമായ കാഴ്ചപ്പാടുള്ള സ്വഹാബി. എന്തിനധികം ഒരഭിപ്രായം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളോട് ചോദിച്ചിട്ട്, അങ്ങനെ ചോദിക്കുമല്ലോ, റസൂലിന് അതിന്റെ ആവശ്യമില്ലെങ്കിലും അവരെ ചേർത്ത് പിടിക്കാൻ വേണ്ടി മുശാവറ നടത്തും. ഈ മുശാവറയില് പരിശുദ്ധ ഖുർആനിന്റെ ആശയത്തിന് സമാനമായ അഭിപ്രായം പുണ്യ നബിയുടെ മുന്നിൽ സ്വഹാബാക്കളുടെ സദസ്സിൽ വെച്ച് പ്രകടിപ്പിച്ച മഹാനരായ സ്വഹാബിയാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. ആയത്തിറങ്ങിയിട്ടില്ല. അപ്പോ റസൂലുള്ള ഒരു വിഷയത്തിൽ അഭിപ്രായം ചോദിക്കാൻ, ഉമർ എന്നവർ അഭിപ്രായം പറയാൻ, ആ അഭിപ്രായത്തെ സാധൂകരിച്ച് സ്ഥിരീകരിച്ച് ശരിവെച്ച് അള്ളാഹു ആയത്തിറക്കുക. അപ്പൊ ആ പവർ എത്ര ഉണ്ടെന്ന് നോക്ക്. അതുകൊണ്ടല്ല പറഞ്ഞത് എനിക്ക് ശേഷം ഒരു നബിക്ക് ചാൻസ് ഉണ്ടെങ്കിൽ അതിന്റെ ഉമറാന്ന് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അവിടെന്ന് പറയുന്നു, ഖാലിഖുൻ നാസ ബിൽ അഖ്ലാഖ് വസായിലുഹും ബിൽ അഅമാൽ. ഖാലിഖുൻ നാസ ബിൽ അഖ്ലാഖ്, മുഅ്മിനീങ്ങളെ, മുസ്ലിമീങ്ങളെ, സത്യവിശ്വാസികളെ, നിങ്ങൾ സാമൂഹ്യ ജീവികളാണ്. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റൂല. മനുഷ്യരെ കൂട്ടത്തിലേ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് കച്ചവടം ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് തൊഴിൽ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് റോട്ടിലിറങ്ങേണ്ടി വരും, നാട്ടിലിറങ്ങേണ്ടി വരും. അതുകൊണ്ട് ആളുകളുമായിട്ട് ഇടപഴകേണ്ടി വരും. അപ്പോൾ ഖാലിഖുൻ നാസ ബിൽ അഖ്ലാഖ്, സർവ മനുഷ്യരോടും സൽസ്വഭാവത്തോടുകൂടെ നിങ്ങൾ വർത്തിക്കണേ. ജനങ്ങള് പല ടൈപ്പ് ആൾക്കാരില്ലേ അല്ലേ? എല്ലാവരും നല്ലവരൊന്നും അല്ലല്ലോ. പല ടൈപ്പ്, പല സ്വഭാവക്കാര്, പല തരക്കാര്. പഴുതാരി ഉണ്ടാവും, രാജവമ്പാലി ഉണ്ടാവും, മൂർഖം പാമ്പും ഉണ്ടാവും മനുഷ്യന്മാരെ കൂട്ടത്തില് അല്ലേ? ഇവരൊക്കെ നമുക്ക് കാണേണ്ടി വരും, ബന്ധപ്പെടേണ്ടി വരും, കച്ചവടം ചെയ്യേണ്ടി വരും, ഇടപാട് നടത്തേണ്ടി വരും, ഒക്കെ വേണ്ടി വരുമല്ലോ. അപ്പോൾ ഖാലിഖുൻ നാസ ബിൽ അഖ്ലാഖ്, നിങ്ങൾ സൽസ്വഭാവം കൊണ്ട് ഇടപഴകുക, ബന്ധപ്പെടുക, സന്ധിക്കുക. സമൂഹവുമായി നിങ്ങൾ കൂടിക്കലരുമ്പോൾ നിങ്ങളുടെ മുഖമുദ്രയും നിങ്ങളുടെ കയ്യിലുള്ള ആയുധവും സൽസ്വഭാവമായിരിക്കുക. ഏത് കള്ളുടിയനാണെങ്കിലും ഏത് തമ്മാടിയോടാണെങ്കിലും സൽസ്വഭാവത്തോടെ വർത്തിക്കുക. എന്നാൽ വസായിലുഹും ബിൽ അഅമാൽ, അവരുടെ ദുശ്ചെയ്തികളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുക. അവർ ചെയ്യുന്ന എല്ലാ പണിക്കും ആ സൗഹൃദത്തിന്റെ, സ്നേഹബന്ധത്തിന്റെ, സാമൂഹ്യ ബന്ധത്തിന്റെ, മാനവീകതയുടെ പേരും പറഞ്ഞിട്ട് തോന്യാസത്തിന് അവരെ കൂടെ നിൽക്കരുത്. വസായിലൂഹും ബിൽ അഅമാൽ, അവരുടെ മോശത്തരങ്ങളിൽ നിന്ന് നിങ്ങൾ തടി കാത്തുകൊള്ളുക, രക്ഷപ്പെട്ടുകൊള്ളുക എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. പ്രസിദ്ധ സ്വഹാബി വര്യനായ അനസ് ഇബ്നു മാലിക് തങ്ങള് ഒരു 10 പതിറ്റാണ്ടുകാലം അഷ്റഫുൽ ഖൽഖിന്റെ സന്തത സഹചാരിയായി, അടുത്ത പരിചാരകനായി, അവിടത്തെ മണവും അവിടത്തെ സഹവാസവും ലഭിച്ച മഹാനായ സ്വഹാബി വര്യൻ അനസ് എന്നവർ പറയുന്നുണ്ട്, ഒരാൾ സൽസ്വഭാവം കൊണ്ട് സ്വർഗത്തിന്റെ അത്യുന്നത പറുദീസകളിൽ എത്തിപ്പെടും. ഇബാദത്തിൽ ചിലർ ഫാൾട്ടും കുറവുള്ള ആളാണെങ്കിൽ തന്നെയും ആ സൽസ്വഭാവം കൊണ്ട് സ്വർഗത്തിന്റെ അത്യുന്നത മണ്ഡലത്തിലെത്തും. ഫർള് നിസ്കാരത്തിലൊക്കെ വീഴ്ച വരുന്നുണ്ട്, അതൊന്നും അത്ര പക്കയല്ല. വർഷത്തിലൊരിക്കൊക്കെ ഒരു ടൂറൊക്കെ പോകുമ്പോൾ കുറച്ചൊക്കെ റോങ്ങൊക്കെ ഉണ്ട്. ഇബാദത്തിലും അനുസരണയിലൊക്കെ വീഴ്ചയുണ്ട്. പക്ഷെ ആള് പക്ക എക്സ്ട്രാ ഡീസന്റാണ്.
ആളുകളെ ഒരു നിലക്കും വേദനിപ്പിക്കില്ല. വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പെരുമാറ്റം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരാൾക്കും ശല്യം ചെയ്യൂല. ഡീസന്റാണ്, സൽസ്വഭാവിയാണ്. എങ്കിൽ ആ വ്യക്തി സ്വർഗത്തിന്റെ അത്യുന്നത മണ്ഡലങ്ങളിലെത്താനാണ് സാധ്യത. നേരെ മറിച്ചൊരു ദുസ്വഭാവിയായ ആൾ, അയാൾ ആരാധനാനുഷ്ഠാനങ്ങളിൽ കണിശതയുള്ള, കൃത്യതയുള്ള, എമ്പോടും ആരാധനകൾ ചെയ്തു കൂട്ടുന്ന വ്യക്തിയാണ്. ആള് മോശമാണെങ്കിൽ നരകത്തിന്റെ അടിത്തട്ടിലാണ് അയാൾ എത്തിപ്പെടാനിരിക്കുന്നത്. ഇതൊരു സഹാബി ചുമ്മാ പറയൂല. 10 കൊല്ലം റസൂലുള്ളാഹിന്റെ കൂടെ നടന്നപ്പോ അവിടെ നിന്ന് പകർന്നു കിട്ടിയ ആത്മപൊരുളാണത്. ദീനിന്റെ പാഠമാണ് ആ സഹാബി പറഞ്ഞിരിക്കുന്നത്. ജ്ഞാനിയായ ലുഖ്മാൻ അലൈഹിസ്സലാം, പരിശുദ്ധ ഖുർആനിലെ ഒരു സൂറന്റെ പേര് സൂറത്തു ലുഖ്മാൻ എന്നല്ലേ? ലുഖ്മാൻ അലൈഹിസ്സലാം മകനെ ഉപദേശിച്ച കൂട്ടത്തിൽ കാണാം, പൊന്നുമോനെ, ഒരു മനുഷ്യനെ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സൗഭാഗ്യം 5 കാര്യമാണ് മോനെ. ഈ 5 കാര്യം ആർക്ക് കിട്ടിയാലും ആ മനുഷ്യന്റെ ദുന്യാവും സലാമത്തായി, ആഖിറവും സലാമത്തായി. 2 ലോകത്തും സന്തോഷവും സുഖവുമാണ് ആ മനുഷ്യന് ലഭിക്കുക. ഏറ്റവും ഗുണകരമായ, മൂല്യമുള്ള, പവറുള്ള 5 കാര്യങ്ങൾ അത് കിട്ടിയവരൊക്കെ 2 ലോകത്തും രക്ഷപ്പെട്ടു മോനെ. മകൻ ചോദിച്ചു, പൊന്നുപ്പ, ഏതാണ് ഈ 5 കാര്യം? എനിക്കത് ആർജിക്കണം, എനിക്കത് സമ്പാദിക്കണം. മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തു, അദ്ദീനു വൽ മാലു വൽ ഹയാഉ വഹുസ്നുൽ ഖുൽഖ് വസ്സഹാഉ. 1 അദ്ദീൻ, ആത്മീയത. ഇതന്നെ ഒരു വലിയ കാര്യം, ആത്മീയത. നമ്മളെ മക്കൾ എത്ര ഏതറ്റം വരെ പഠിച്ചാലും നമ്മൾ എവിടുന്ന് വന്നു, എങ്ങോട്ടാണ് പോകുന്നത്, ആൻസർ ഉണ്ടാവില്ല. ഉണ്ടാവുമോ? കുരങ്ങെന്ന് വന്നു എന്നൊക്കെ ഉണ്ടാവും, പല നിഗമനങ്ങളും വീക്ഷണങ്ങളൊക്കെ ഉണ്ടാവും, പല സിദ്ധാന്തങ്ങളും ഉണ്ടാകും. ശരി, കൃത്യമായ ഒരു കാഴ്ചപ്പാട്, നമ്മൾ എവിടുന്ന് വന്നു, എങ്ങോട്ടാ പോകുന്നത്, ഇവിടെ വന്നതിന്റെ ലക്ഷ്യം എന്താ, ആൻസർ ഈ സമസ്യകൾക്കൊന്നും പൂരണം ഉണ്ടാവില്ല. വളരെ പ്രധാനപ്പെട്ടതാണ് ആത്മീയത, അദ്ദീൻ. മോനെ, എല്ലാ ഗുണങ്ങളും ഒരു മനുഷ്യന് കിട്ടുന്നത് 5 കാര്യത്തിലൂടെ. അദ്ദീൻ, ആത്മീയത. രണ്ടാമത് ലുഖ്മാൻ അലൈഹിസ്സലാം എണ്ണിയത് വൽ മാലു, പൈസ, സമ്പത്ത്. അത് വേണമല്ലോ. ഇല്ലെങ്കിൽ എങ്ങനെ നമ്മൾ ഉപജീവനം, എങ്ങനെ നമ്മൾ ജീവിക്കുക? നമുക്കും ആശ്രിതർക്കും സന്തോഷമായിട്ട് ആരുടെ മുന്നിലും കൈനീട്ടാതെ ജീവിക്കണ്ടേ? അപ്പൊ സമ്പത്ത് അതൊരു പ്രധാനപ്പെട്ട തന്നെയാണ്. മൂന്നാമത്തേത് വൽ ഹയാഉ, ലജ്ജയാണ്. ലജ്ജയാണ്, അത് മാന്യന്മാർക്കുണ്ടാകുന്ന സ്വഭാവമാണ് ലജ്ജ. തിന്മ ചെയ്യാൻ, സദാചാര വിരുദ്ധ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നാണം, അതൊരു മനുഷ്യന് വേണ്ടതാണ്. മൂന്നാമത് പറഞ്ഞത്. നാലാമത് പറഞ്ഞത് വഹുസ്നുൽ ഖുലുഖി, സൽ സ്വഭാവമാണ് മോനെ. 5-ാമത്തെ കാര്യം വസ്സഹാഉ, ദാനശീലമാണ്. ദാനശീലം അതൊരു ശീലാണ്. അള്ളാന്റെ തൗഫീഖ് കൊണ്ട് കിട്ടുന്ന, ഉള്ളത് കൊണ്ട് കൊടുക്കാൻ പറ്റൂല, അതൊരു ശീലാണ്. ആ ശീലം നല്ലതാണ്. ഈ 5 കാര്യം ആർക്കുണ്ടോ മോനെ, അവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും എന്ന് ലുഖ്മാൻ അലൈഹിസ്സലാം പറഞ്ഞതായി കാണാം. ഇനി താബിഈകളിലേക്ക് വന്നാൽ, താബിഈകളിലെ പ്രഗൽഭരാണ് ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി. അവിടുന്ന് പറയുന്നു, മൻ സാഅ ഖുലുഖുഹു ഉസിബ നഫ്സുഹു, മൻ സാഅ ഖുലുഖുഹു ഉസിബ നഫ്സുഹു. ഒരാൾ ദുസ്വഭാവിയായാൽ ഉസിബ നഫ്സുഹു, അവൻ തന്നെ അവനെ ശിക്ഷിക്കുകയാണ്, പുറത്തുനിന്നാരും ശിക്ഷിക്കണ്ട. ഒരാൾ ദുസ്വഭാവിയായാൽ ഉസിബ നഫ്സുഹു, അവൻ നിരന്തരം ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ദുസ്വഭാവിയായ വ്യക്തിക്ക് നിരന്തരം ആത്മസംഘർഷങ്ങളും മനോവേദനകളും വന്നുകൊണ്ടേയിരിക്കും. ദുസ്വഭാവിയായ മനുഷ്യന് സന്തോഷേ ഉണ്ടാകൂല. അത്തരക്കാരായ ദുസ്വഭാവികൾ അവർക്ക് വീഴാനുള്ള കുഴികൾ അവർ തന്നെ കുഴിച്ചുകൊണ്ടിരിക്കും. അവരിങ്ങനെ വീണും കൊണ്ടിരിക്കും. മോന്തക്കടിട്ടി കവലേന്ന്, എന്തേ കയ്യിലിരിപ്പ് ശരിയല്ല, നാക്ക് വായി കിടക്കണ നാവ് ശരിയല്ല, മേടിച്ചു പോന്ന്.
എല്ലാ ആളുകളും കണ്ടോടത്തുനിന്ന് വെച്ചിട്ട് അവഗണിച്ച് മാറ്റുക. എന്തേ കാരണം? പുറത്തുനിന്നൊരു കാരണമല്ല, അവന്റെ കാരണ, അവന്റെ ക്വാളിറ്റി മോശം, അത് തന്നെ കാരണം. തനിക്കുള്ള പേരും പെരുമയും അന്തസ്സും അഭിമാനവും അതൊക്കെ അയാൾ തന്നെ കളഞ്ഞു കുളിക്കുക. പുറത്തുനിന്ന് ആരും കളഞ്ഞതല്ല, അയാൾ തന്നെ. എന്നിട്ട് അതിന് വിലപിച്ചിട്ട് എന്താ കാര്യം? എന്റെ സ്ഥാനമാനങ്ങൾ പോയി, ഞാൻ നാട്ടിൽ നാണം കെട്ടു, അതിൽ വിലപിച്ചിട്ട് കാര്യമില്ല. ഈ സ്വഭാവം മാറ്റിയേ പറ്റുള്ളൂ. പ്രസിദ്ധ സൂഫി വര്യനായ വഹബ് ഇബ്നു മുനബ്ബിഹ് പറയുന്നുണ്ട്, ദുസ്വഭാവിയുടെ അവസ്ഥ പൊട്ടിയ മൺകലം പോലെന്നാ. പൊട്ടിയ മൺകലം, അലൂമിനിയത്തിന്റെ കലാണെന്നുണ്ടെങ്കിൽ അത് സ്ക്രാപ്പിൽ നല്ല വിലട്ടും. ചെറിയൊരു പൊട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് അടക്കാൻ പറ്റും. മൺകലം പൊട്ടിയാലോ അത് നന്നാക്കാനും പറ്റൂല. പഴയ കളിമണ്ണിന്റെ അവസ്ഥയിലാണെങ്കിൽ പുത്തൻ കല ഉണ്ടാക്കാൻ അതിനും പറ്റൂല, വലിച്ചെറിയാനേ പറ്റുള്ളൂ. വഹബ് ഇബ്നു മുനബ്ബിഹ് എന്ന സൂഫി വര്യൻ പറയാണ്, പൊട്ടിയ മൺകലത്തിന്റെ അവസ്ഥയാണ് ദുസ്വഭാവിക്ക് എന്ന്. എന്നാലോ സൽസ്വഭാവിയായാലോ? യഹ്യ ഇബ്നു മുആദ് എന്ന അജ്ഞാനി പറയുന്നുണ്ട്, ഫീ സഅത്തിൽ അഖ്ലാഖി കുനൂസുൽ അർസാഖ്. പ്രവിശാലമായ സ്വഭാവം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം അങ്ങനെയായിരുന്നു. അലം നശ്റഹ് ലക സ്വദ്റക്, അലം നശ്റഹ് ലക സ്വദ്റക്, അങ്ങയുടെ നെഞ്ചകം നാം വിശാലമാക്കിയില്ലേ. എന്താ ഈ നെഞ്ചിന്റെ വ്യാപ്തി എന്ന് പറഞ്ഞാൽ? ആർമി റിക്രൂട്ട്മെന്റിന് നെഞ്ചിന്റെ വിരിവളക്കണ അളവല്ലത്. ആരെയും എന്തിനേയും ഉൾക്കൊള്ളാനുള്ള വിശാല മനസ്സ് അത് തന്നില്ലേ. ഇതുണ്ടായാൽ ഫീ സഅത്തിൽ അഖ്ലാഖ്, സ്വഭാവത്തിൽ വിശാലതയുണ്ടായാൽ തന്നോട് പെരുമാറാൻ വരുന്ന ആരാകട്ടെ, ഏത് സ്വഭാവക്കാരനാകട്ടെ, ഏതു ജാതിയാകട്ടെ, ഏതു തരക്കാരനാകട്ടെ, ഉൾക്കൊള്ളാനുള്ള മനസ്സുണ്ടായാൽ അതിലുണ്ട് കുനൂസുൽ അർസാഖ്, വിഭവങ്ങളുടെ നിധി. പണത്തിന്റെ ബർക്കത്ത്, ഭക്ഷണത്തിന്റെ ബർക്കത്ത് സൽസ്വഭാവികൾക്ക് കിട്ടുമെന്ന് യഹ്യ ഇബ്നു മുആദ് എന്നവർ പറയാൻ. മഹാനായ തബഉ താബിഈകൾ ഉത്തമ നൂറ്റാണ്ടിൽ ജീവിച്ച ആൾക്കാരാണ്. സ്വഹാബാക്കളിൽ നിന്ന് ദീന് പഠിച്ച ആളുകളിൽ കേമനായ ഇമാമാണ് ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, എല്ലാവരും കേട്ടോ. താബിഈങ്ങളിൽ നിന്ന് ദീന് പഠിച്ച റസൂലുള്ള ഉത്തമ നൂറ്റാണ്ട് എന്ന് പറഞ്ഞ ആ നൂറ്റാണ്ടിൽ ജീവിച്ച നമ്മുടെ മാതൃകാ പുരുഷന്മാരിൽ പ്രഗത്ഭരായ ഇമാമാണ് ഫുളൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, എന്താണത്? ലഅൻ യസ്ഹബനി ഫാജിറുൻ ഹസനുൽ ഖുലുഖി. സമൂഹത്തിലെ ഒരു തെമ്മാടി, നാട്ടിലെ ഒരു തെമ്മാടി, മോശക്കാരൻ, ആ തെമ്മാടി ഞാനുമായി സഹവസിക്കുന്നത്, എന്റെ അടുത്ത് വരുന്നത്, എന്നോട് സുഹൃത്താകാൻ വേണ്ടി എന്റെ ചാരത്ത് വരുന്നത് ഹസനുൽ ഖുലുഖി. അവൻ ആള് തെമ്മാടിയാണെങ്കിലും സൽസ്വഭാവിയാണ്. സൽസ്വഭാവിയായ തെമ്മാടി ഇതെങ്ങനെ ഉണ്ടാകുക? ജീവിതത്തിൽ സാഹചര്യം കൊണ്ട് കുറച്ച് ഹറാമൊക്കെ വരുന്നുണ്ട്, നിർബന്ധ ബാധ്യത നിർവഹിക്കുന്നിടത്ത് വീഴ്ചയും വരുന്നുണ്ട്, എന്നാൽ ജനങ്ങളോട് നല്ല നിലക്കാണ്. ഇങ്ങനെയുള്ള ഒരു വ്യക്തി ഞാനുമായി സഹവസിക്കുന്നത്, എന്റെ അടുത്ത് വന്ന് എന്റെ ഫ്രണ്ടായി മാറുന്നത്, കൂട്ടുകാരനായി മാറുന്നത്, അഹബ്ബു ഇലയ്യ, എനിക്കേറ്റവും ഇഷ്ടമാണ്, മിൻ അൻ യസ്ഹബനി ആബിദുൻ സയ്യിഉൽ ഖുലുഖി. 5 നേരം പള്ളിയിൽ വരുന്ന, വേണ്ട പള്ളിയിൽ തന്നെ ഇത്തികാഫിൽ ചടഞ്ഞിരിക്കുന്ന, ഏതു നേരവും ജപമാല മറിക്കുന്ന, ഏതു നേരവും ദിക്റിന്റെ കൗണ്ടർ അമർത്തുന്ന, എപ്പോഴും ആരാധനാനുഷ്ഠാനങ്ങളിൽ മുഴുകുന്ന ഒരു ദുസ്വഭാവി ഞാനുമായി സൗഹൃദത്തിന് വരുന്നതിനേക്കാൾ, എന്റെ സമീപത്തേക്ക് വന്നെത്തുന്നതിനേക്കാൾ എനിക്കിഷ്ടം തെമ്മാടിയായ സൽസ്വഭാവിയുടെ കൂട്ടാണ്. ചില കള്ളുടിയന്മാരുണ്ടാവും, പാവങ്ങളാണ്, അവരെ ഒന്ന് വിളിച്ചുണർത്തിയിട്ട് നന്മയിലേക്ക് വിളിച്ചാൽ പെട്ടെന്ന് പോരും, നല്ല മനസ്സായിരിക്കും അവർക്ക്. നിസ്കാരത്തിലും നോമ്പിലൊന്നും അത്ര ശ്രദ്ധയും ഗൗരവവും കൊടുക്കാത്ത ചില സാധുക്കളുണ്ടാവും. അവരെ ഉള്ളെന്തേക്കും, പടച്ചോനെ ഞാൻ കൊടും തെമ്മാടി, എന്റെ അല്ലാഹ്, എന്റെ അവസ്ഥ.
വീഴ്ചണ്ട് എന്ന ഒരാൾക്ക് ഉപദ്രവം ചെയ്യൂല. ഇങ്ങനെയുള്ള ആളുകളുമായിട്ടുള്ള സുഹബത്താണ് എനിക്കിഷ്ടം, എനിക്ക് താൽപര്യം. ഏതു നേരവും ആരാധനാ പ്രകടനങ്ങളുമായി ദുസ്വഭാവികളായി കഴിയുന്ന കപടഭക്തന്മാരെക്കാൾ എന്ന് ഫുളൈൽ ഇബ്നു ഇയാൽ റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ. കാരണം ഈ കപടഭക്തിക്കാരുണ്ടല്ലോ, അവന്റെ ഉള്ളിലിരിപ്പന്ത് ഞാനൊരു കുഴപ്പമില്ല, എനിക്കൊരു കുഴപ്പമില്ല, എല്ലാ കുഴപ്പവും അവന്റെ അടുത്തുള്ളത്. അള്ളാഹ്ക്ക് അവനെ കണ്ടുകൂടാ, മലക്കുകൾ അവനെ ശപിക്കുകയാണ്, നാട്ടുകാർക്കും അവനോട് എന്തെന്നാ കാര്യം, ഇങ്ങനെ പള്ളിയിൽ പോയി കുത്തി മറിഞ്ഞിട്ട് സ്വഭാവം കണ്ടില്ലേ, കിട്ടുന്നിടത്തൊക്കെ ചതിക്കുകയാണ്, കച്ചവടത്തിൽ മുഴുവൻ വഞ്ചനയാണ്, എന്താണ് ആ കുത്തിമറിച്ചിലിന് കാര്യം എന്ന് നാട്ടുകാർ സാധാരണ ചോദിക്കാറില്ലേ? അതൊരു വസ്തുതയാണ്. ഇമാം ഗസാലി റഹിമഹുല്ല പറയുന്നുണ്ട് ഇഹ്യയില്, മഹാന്മാര് പറയുന്നു സൂഫി വര്യൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളുണ്ടല്ലോ, സൂഫി വര്യനായ ആള് വരുന്നു, ദുആ സമ്മേളനമുണ്ട് എന്നൊക്കെ പറയുമല്ലോ, നല്ല കാര്യമാണ്, നല്ല ആളുകളുടെ ദുആ, അതിന് ആമീൻ പറഞ്ഞാൽ അതിനൊക്കെ ഫലമുണ്ട്. ആരാണ് ഈ സൂഫി? സൂഫി വര്യൻ എന്നൊക്കെ പറയുന്നത് ആരാണ്? കമ്പിളി പുതച്ചവനല്ല, പച്ചശാളൻ അണിഞ്ഞവനല്ല, ബാഹ്യരൂപം ഒരു പണ്ഡിതന്റെ ഭക്തന്റെ രൂപമണിഞ്ഞവനുമല്ല. ഇന്നമ സൂഫിയോ, യഥാർത്ഥത്തിൽ സൂഫി വര്യൻ എന്ന് പറയുന്നത് തസുഫിയത്തിൽ നിന്ന്, സൊഫായിൽ നിന്ന്, തസവുഫിൽ നിന്ന് വന്ന വാക്കാണ് സൂഫി. ആത്മസംസ്കരണം ലഭ്യമായ ആള്, കച്ചറ സ്വഭാവങ്ങളിൽ നിന്ന് മുക്തനായ ആള്, സൽഗുണസമ്പന്നനായ സൽസ്വഭാവിയായ ആളാണ് യഥാർത്ഥത്തിൽ സൂഫി വര്യൻ. പ്രസിദ്ധി മോഹമില്ലാത്ത, ജനങ്ങളുടെ പോക്കറ്റിലുള്ള മണിക്ക് ആശയില്ലാത്ത, ആർത്തിയില്ലാത്ത, അസൂയയില്ലാത്ത, പ്രസിദ്ധി മോഹിക്കാത്ത, ജനങ്ങൾക്ക് പരമാവധി സേവനം ചെയ്യുന്ന മുത്തഖിയായ മുഖ്ലിസായ മനുഷ്യൻ, സൽസ്വഭാവിയായ മനുഷ്യൻ, അതാണ് സൂഫി. ഇപ്പൊ നമ്മൾ പല ഇമാമിയങ്ങളെ അഭിപ്രായം പറഞ്ഞു, ആയത്ത് പഠിച്ചു, ഹദീസ് പഠിച്ചു, സ്വഹാബാക്കളുടെയും താബികളുടെയും ഇമാമുകളുടെയും അഭിപ്രായം പഠിച്ചു. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്താ ഈ സൽസ്വഭാവം? കുറെ ആഴ്ചയിലൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ട് എന്താ അത് സാധനം, അതറിയണ്ടേ എന്താണതെന്ന്? എന്നാലല്ലേ എന്റെ അടുത്തത് ഉണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കാൻ പറ്റുള്ളൂ. എന്താ സൽസ്വഭാവം? എന്താണത്? ആളെ പറ്റിക്കണ ചിരിയോ? എന്താണ് സൽസ്വഭാവം? മഹാന്മാര് അതിനും ഉത്തരം പറഞ്ഞിട്ടുണ്ട്. താബിഇകളിലെ പ്രസിദ്ധർ ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഹുവ ബസ്തുൽ വജ്ഹി വബദ്ലുൻ നദാ വകഫുൽ അദാ. 3 കാര്യം ഒരാളിൽ ഉണ്ടെങ്കിൽ അയാൾ സൽസ്വഭാവിയാണ്. ഒന്ന് ബസ്തുൽ വജ്ഹി, മുഖപ്രസന്നത. എപ്പോഴും ഇങ്ങനെ കടന്നൽ കുത്തേറ്റ മോന്ത, കെട്ടിയോളോടും മക്കളോടും അങ്ങനെയല്ല. ഒരു മുഅ്മിൻ ഒരു പുഞ്ചിരി സ്വതക്കയെന്ന് പഠിപ്പിച്ച റസൂലിന്റെ അനുയായിയാണ് ഒരു മുഅ്മിൻ. അതുകൊണ്ട് ത്വലാഖത്തുൽ വജ്ഹോടുകൂടെ, മുഖപ്രസന്നതയോടുകൂടെ, സന്തോഷമുള്ള മുഖത്തോടെ, സുസ്മേര വദനത്തോടെ ജനങ്ങൾക്ക് മുഖം കൊടുക്കുന്ന ആള് ബസ്തുൽ വജ്ഹ്, വിശാല മുഖമുള്ള ആള്. 2 വബദ്ലുന്നദാ, ഉദാരശീലം. പിശുക്കന്മാരൊരിക്കലും സൽസ്വഭാവിയാവില്ല. ആവശ്യമുള്ള നേരത്ത് അള്ള കൊടുത്ത ധനത്തിൽ നിന്ന് കൊടുക്കാൻ പറ്റുന്ന വ്യക്തി. വഖഫുൽ അദാ, തിന്മ തടഞ്ഞ് ജീവിക്കുന്ന ആൾ. തന്റെ ജീവിതത്തിൽ മുന്നിലുള്ള തിന്മ ആവും വിധം തടഞ്ഞ് ജീവിക്കുക. ഈ 3 ക്വാളിറ്റി ഉണ്ടെങ്കിൽ അയാൾ സൽസ്വഭാവിയാണ് എന്ന് മഹാനായ ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നുണ്ട്. ഇമാം വാസിത്തി റഹിമഹുല്ല പറയുന്നുണ്ട്, ഹുസ്നുൽ ഖുൽഖ് എന്നാൽ അല്ലാ യുഹാസിമ വലാ യുഹാസമ മിൻ ശിദ്ദത്തി മഅരിഫതിഹി ബില്ലാഹി തആല. സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ തർക്കിക്കാൻ പോകാതിരിക്കുക, തർക്കത്തിന് ഇരയാകാതെയും ഇരിക്കുക. ആരോടും തർക്കത്തിന് പോവില്ല, തർക്കത്തിന് മരുന്നിട്ടും കൊടുക്കൂല. എന്തുകൊണ്ട്? മിൻ ശിദ്ദത്തി മഅരിഫതിഹി ബില്ലാഹി തആല. അയാൾ അള്ളാനെ അറിഞ്ഞിട്ടുണ്ട്, അള്ളാനെ മനസ്സിലാക്കിയത് കൊണ്ട് തർക്ക കോലാഹലങ്ങൾക്ക് ഒരിക്കലും പോവില്ല. അബൂ ഉസ്മാൻ എന്ന ജ്ഞാനി പറയുന്നത്, ഹുസ്നുൽ ഖുൽഖ് എന്നാൽ ഹുവ റിളാ അനില്ലാഹി തആല,
ഏതവസ്ഥയിലും അള്ളാനെ തൃപ്തിപ്പെടുക. ഇയാൾ സൽസ്വഭാവി തന്നെ ആയിരിക്കും, ഏതവസ്ഥയിലും അള്ളാഹുവിനെ തൃപ്തിപ്പെടുക. അപ്പൊ കവലയിലിറങ്ങിയപ്പോ ഒരാള് മുട്ടൻ തെറിയാണ് പറഞ്ഞു. അപ്പൊ അള്ളാനെ തൃപ്തിപ്പെട്ട മനുഷ്യൻ അള്ളാന്റെ വിധിയും തൃപ്തിപ്പെടൂലേ? അല്ലേ? അല്ലാതെ അള്ളാനെ തൃപ്തിപ്പെടലില്ലല്ലോ. അപ്പൊ ഈ ആ കവലയിൽ വെച്ച് ബഹുജന സമക്ഷം ഞാൻ ഈ തെറി കേട്ടത് എന്റെ പടച്ചോൻ ഇവനിലൂടെ എനിക്ക് തന്ന ശിക്ഷയാണ്, കുഴപ്പമില്ലാതെ വീട്ടിലേക്ക് പോരും. സൽസ്വഭാവിക്കല്ലേ പറ്റുള്ളൂ, അല്ലേ? സൽസ്വഭാവി ആരാണ്? അള്ളാഹുവിനെ ഏതവസ്ഥയിലും തൃപ്തിപ്പെടുന്നവനാണ് സൽസ്വഭാവി. അപ്പോൾ മറ്റുള്ളവർ മോശമായ പെരുമാറ്റം ഇങ്ങോട്ട് പെരുമാറിയാൽ പടച്ചവൻ അവനിലൂടെ എനിക്ക് തരുന്ന അപമാനാണത്. അവനെ കരുവാക്കി അള്ളാന്റെ വിധി വന്നതാണ്, എനിക്ക് അവനോടൊന്നുമില്ല. അനില്ലാഹി തആല. കണ്ടോ നിങ്ങള്? അബൂ ഉസ്മാൻ എന്നവര് പറയാണ്, ഇമാം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ എന്താണ്? ഇജ്തിനാബുൽ മഹാരിം ത്വലബുൽ ഹലാൽ വത്തൗസിയതു അലൽ ഇയാൽ. ഹറാമ് മ്ലേച്ഛമായ വഴിക്കൊന്നും പോകാതിരിക്കുക, ഹറാമു മാത്രം തേടുക. ഹറാമു വേണ്ട, കച്ചവടത്തിലും എല്ലാ ഇടപാടിലും അള്ളാഹ് അനുവദിച്ചത് മാത്രം തേടുക. വത്തൗസിയതു അലൽ ഇയാൽ, കുടുംബങ്ങൾക്കും മക്കൾക്കും വേണ്ടപ്പെട്ടവർക്കൊക്കെ വിശാലത ചെയ്യുക, പെരുമാറ്റത്തിലും സമ്പത്തിലൊക്കെ വിശാലത ചെയ്യുക. ഇതൊക്കെ പറഞ്ഞ ഇമാം ഗസാലി റഹിമഹുല്ലാഹി ഇഹ്യയിൽ തുടർന്ന് പറയുന്നുണ്ട്, വാസ്തവത്തിൽ ഇതൊന്നുമല്ല സൽസ്വഭാവം, ഇതൊന്നുമല്ല. പിന്നെ ഈ സ്വഹാബാക്കളും മഹാന്മാരൊക്കെ പറഞ്ഞത് തെറ്റാണ്, അങ്ങനെയല്ല. ഈ പറഞ്ഞതെല്ലാം സൽസ്വഭാവത്തിന്റെ ഫലങ്ങളാണ്, സൽസ്വഭാവിയിൽ നിന്നുണ്ടാകുന്ന ഉന്നതമായ പ്രകടനങ്ങളാണ്. സൽസ്വഭാവം എന്നത് മറ്റൊന്നാണ്. അതെന്താ? ഒരു മനുഷ്യന്റെ നല്ല മനസ്സിന്റെ പേരാണ് സൽസ്വഭാവം. ഒരാളുടെ നല്ല നേച്ചറിന്റെ പേരാണ് സൽസ്വഭാവം. ഒരാളുടെ നല്ല പ്രകൃതത്തിന്റെ പേരാണ് സൽസ്വഭാവം. മനുഷ്യൻ എന്ന പടപ്പ് ഖൽഖും ഖുലുഖും കൂടിക്കലർന്ന പടപ്പാണ്. ഖൽഖ് ഖുലുഖ് രണ്ട് സാധനവും കൂടിയതാ മനുഷ്യൻ. ഖൽഖ് എന്ന് പറഞ്ഞാൽ ശാരീരിക ഘടന, ഖുലുഖ് എന്ന് പറഞ്ഞാൽ മാനസിക നേച്ചർ. ഖൽഖും ഖുലുഖും മേളിച്ചതാണ് മനുഷ്യൻ. ശാരീരിക ബാഹ്യരൂപം ഇത് മനുഷ്യനുണ്ട്. അതുപോലെ ആന്തരികമായ ഒരു നേച്ചർ, പ്രകൃതമുണ്ട് മനുഷ്യന്. ഇത് രണ്ടും കൂടിയതാ മനുഷ്യന്, അല്ലേ? മനസ്സും ശരീരവും കൂടിയതല്ലേ കൂട്ടരെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ? ചിലപ്പോൾ ഖൽഖും ഖുലുഖും നന്നാകും. ശ്രദ്ധിക്കണേ, ചിലപ്പോൾ ചില ആളുകൾക്ക് അവരുടെ ഖൽഖും നന്നാകും, ഖുലുഖും നന്നാകും. എന്ന് വെച്ചാൽ ആരോഗ്യമുള്ള ശരീരം, മനോഹരമായ ശരീരം, അതിനെ വെല്ലുന്ന സൽസ്വഭാവവും ഇത് ചിലർക്ക് കിട്ടും. ഇത് മഹാസൗഭാഗ്യമാണ്. ഇത് ലഭിക്കാൻ വേണ്ടി അഷ്റഫുൽ ഖൽഖ് നിരന്തരം ദുആ ചെയ്തതായി ഹദീസ് കിതാബുകളിൽ കാണാം. അല്ലാഹുമ്മ ഹസ്സിൻ ഖൽഖി വ ഖുലുഖി. അഷ്റഫുൽ ഖൽഖിന്റെ ദുആന്റെ കൂട്ടത്തിൽ ഒരു ദുആ ഏതാണ്? അല്ലാഹുമ്മ ഹസ്സിൻ ഖൽഖി വ ഖുലുഖി. അല്ലാഹുവേ, എന്റെ ശരീരത്തെ നീ നന്നാക്കേണമേ, എന്റെ സ്വഭാവത്തെയും നന്നാക്കേണമേ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, പലരും മക്കത്തും മദീനത്തൊക്കെ പോയിട്ടുണ്ടാവും, അല്ലേ? ഇനി അതൊന്നും വേണ്ട, 27 വന്നിട്ട് ഹയാത്താക്കിയിട്ടില്ലേ നമ്മള്? നേരത്തെ ഈ ദുആ ആരൊക്കെ തുറന്നിട്ടുണ്ട്? പഠിച്ചവൻ എന്റെ സ്വഭാവം ഒന്ന് നന്നാക്കിക്കൊണ്ടാന്ന് എത്ര ആള് ദുആ ചെയ്തിട്ടുണ്ട്. ഇത് ദ്വാരക്കൂല, കാരണം ഇപ്പൊ തന്നെ ഓക്കേന്നാ ധാരണയിൽ. എവിടെ എനിക്കിവിടെ ഇപ്പൊ കുഴപ്പം? ഒരു കുഴപ്പമില്ല, പിന്നെന്തിനാ ഞാൻ നന്നാക്കാൻ ദുആ ചെയ്യണേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിരന്തരം ദുആ ചെയ്ത കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുക്സിറു ദുആ. ഈ ദുആ വർദ്ധിപ്പിച്ചിരുന്നു. എന്ത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക സിഹ്ഹത വൽ ആഫിയത വ ഹുസ്നൽ ഖുൽഖ്. അല്ലാഹുവേ, എനിക്ക് സിഹ്ഹത്ത് തരണം, എന്റെ ശരീരം നന്നാക്കണം. മൊഞ്ചിന്റെ കാര്യത്തിലാണെങ്കിലും വൽ ആഫിയത, ആരോഗ്യം തരണം. പോരാ, വഹുസ്നൽ ഖുൽഖ്, സൽസ്വഭാവം തരണം അല്ലാഹ്. നിരന്തരം ദുആ ചെയ്തിരുന്നു. അപ്പൊ ഇത് രണ്ടും കിട്ടുക എന്ന് പറഞ്ഞാൽ ആള് സുന്ദരനാണ്, ആള് നല്ല സിമ്പിളാണ്, ഓക്കെയാണ്. അല്ലാഹ് നമ്മൾ അങ്ങനെ ആക്കി തരട്ടെ.
പേടിക്കൊന്നും വേണ്ട, തൊലി കുറച്ച് കറുത്താണെങ്കിൽ അതിനൊരു സൗന്ദര്യമുണ്ട്. രണ്ടും നന്നാവുക, അത് സൗഭാഗ്യ. രണ്ടാമത്തെ ഒരു വകുപ്പ് അതേതാണ്? ബാഹ്യരൂപം അത്ര സുന്ദരമൊന്നുമല്ല, പക്ഷെ ആൾ എക്സ്ട്രാ ഡീസന്റാണ്. അവൻ ആള് കറുത്താലും ഉള്ളു നിറയെ വെളുപ്പാന്ന് പറയില്ലേ, എനിക്ക് ഞങ്ങളെ നാട്ടിലൊക്കെ പറയുന്നത്. ആള് കാണാൻ കൊള്ളു, ഉള്ളു ഭയങ്കര സൗന്ദര്യാണെന്ന്. ഇതൊരു ഭാഗ്യ, ഇതൊരു മഹാഭാഗ്യ ആണ്. കാരണം ബാഹ്യ ഭംഗിയേക്കാൾ മൂല്യവും വിലയും ആന്തരിക ഭംഗിക്കാണ്. കെട്ടിയോള് സൽസ്വഭാവിയാണെങ്കിൽ മരിച്ചാലും ആ ബന്ധം ഉണ്ടാവില്ല. കെട്ടിയോള് സൽസ്വഭാവിയാണ്, കാണാൻ അത്ര പോരാ, എന്നാൽ ആ ബന്ധമുണ്ടല്ലോ മരിച്ചാലും തീരൂല. നേരെ മറിച്ച് അവള് സുന്ദരിയും ദുസ്വഭാവിയാണെങ്കിൽ മധുവിധ് കഴിയാൻ നിൽക്കൂല ആ ബന്ധം തകരാൻ. അപ്പോ ബാഹ്യ ഭംഗിയേക്കാൾ മൂല്യമുള്ളത് ഏതിനാണ്? ആന്തരിക ഉള്ളിലെ ഭംഗിക്കാണ്. മാത്രല്ല ഈ ബാഹ്യം എവിടുന്ന് വന്നതാ? കളിമണ്ണെന്ന് വന്നതാ. ആന്തരിക റൂഹോ അത് അള്ളാഹുവിൽ നിന്ന് വന്നതാ. മണ്ണിൽ നിന്ന് വന്ന വസ്തു ഇച്ചിരി ഡാമേജ് ഉള്ളതാണെങ്കിലും മൊഞ്ചു കുറവുള്ളതാണെങ്കിലും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വന്ന നഫ്സുണ്ടല്ലോ, അത് നന്നാവുന്നതിനാണ് മൂല്യം. അല്ലേ? അങ്ങനല്ലേ ഖുർആൻ പറഞ്ഞത്? വഇദ് ഖാല റബ്ബുക ലിൽ മലായിക ഇന്നി ഖാലിഖും ബശറാ فإذا سويته ونفخت فيه من روحي فقعوا له ساجدين. നമ്മുടെ ഉപ്പാപ്പ ആദം നബിയെ പടക്കും മുമ്പ് മലക്കുകളോട് അല്ലാഹു പറഞ്ഞത് എന്താണ്? ഇന്നി ഖാലിഖുൻ ബശറൻ മിൻ തീൻ, ഞാൻ മനുഷ്യനെ കളിമണ്ണിൽ നിന്ന് പടക്കാൻ പോവാണ്. ഫഇദാ സവൈതുഹു, ആ ശാരീരിക ഘടന ഞാൻ രൂപപ്പെടുത്തി സംവിധാനിച്ച് അതിന്റെ പിറകെ വനഫഖ്തു ഫീഹി മിർ റൂഹി, വനഫഖ്തു ഫീഹി മിൻ റൂഹി, എന്റെ ആത്മാവിൽ നിന്ന് ആ രൂപത്തിലേക്ക് ഞാൻ ഊതിയാൽ ഫഖഉ ലഹു സാജിദീൻ, നിങ്ങൾ ആ മനുഷ്യന്റെ മുന്നിൽ സുജൂദിൽ വീഴണമെന്ന് മലക്കുകളോട് അല്ലാഹു പറഞ്ഞല്ലോ. അപ്പൊ ഈ ഉള്ളിൽ കിടക്കുന്ന ഈ സിറ് അത് അള്ളാഹുവിന്റെ റൂഹിൽ നിന്ന് വന്നതാ. അവിടെ പണി, അവിടെ നന്നാവേണ്ടത്. മണ്ണിഞ്ഞ് എന്താ ഏട്ടാ, മണ്ണിലേക്ക് പോകാനുള്ളതല്ലേ, അത് മണ്ണാവും. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും, ഇത് അങ്ങോട്ട് പോകും, ജീർണിച്ച് മണ്ണോട് തന്നെ ചേരും. അവിടെയല്ല മൂല്യമുള്ളത്. മൂല്യം എവിടെയുള്ളത്? ആത്മാവിലാണ്, ആത്മസംസ്കരണത്തിലാണ്, ഉള്ളിലെ മൊഞ്ചിനാണ്. അവിടെ മൊഞ്ചാക്കുന്നതിനാണ് നമ്മൾ കൂടുതൽ പ്രസക്തിയും പ്രാധാന്യവും കൊടുക്കേണ്ടത്. അപ്പോ ബാഹ്യമായിട്ട് അത്ര കാണാൻ കൊള്ളൂല, ആള് ഡീസന്റ് ആണെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. വേറെ മൂന്നാമത്തെ ഒരു ടൈപ്പ് നല്ല സിമ്പിളനാ, സുന്ദരനാ, ഗ്ലാമർ താരമാ, മെനകെട്ട സ്വഭാവമാണ്. അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ, മാങ്ങയുടെ ഉദാഹരണം. ആ ആകാര ഭംഗിയും സൗന്ദര്യമൊക്കെ ദുസ്വഭാവം കൊണ്ട് മങ്ങിപ്പോവും. എന്ത് ഗ്ലാമറാറിട്ട് എന്താ കാര്യം? ആ മോന്ത നോക്കാൻ ആരും ഇഷ്ടപ്പെടൂല. ആ ദുസ്വഭാവം കൊണ്ട് ആ ശോഭ കെട്ടുപോകും. ഇതാണ് അവസ്ഥ. നാലാമത്തെ ഒരു ടീമുണ്ട്, കാണാനും കൊള്ളൂല, സ്വഭാവം മോശമാണ്. പെരുമ്പാവൂർ ഒരു ചങ്ങാതി ഒരാളെ കുറിച്ച് എന്നോട് പറയാം, ഉസ്താദ് അയാളെ കളർ കണ്ടോ, അതിനേക്കാൾ കറുപ്പാണ് അയാളെ മനസ്സ്. അള്ളാഹു കാക്കട്ടെ എന്ന് പറയല്ല, എന്താ ചെയ്യാ? കാണാനും കൊള്ളൂല, സ്വഭാവവും മോശം, ഇങ്ങനത്തെ ഒരു വിഭാഗം. ഇൻഷാ അല്ലാഹ്. അപ്പൊ എന്താണ് സൽസ്വഭാവം? സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ ആളുകളെ കാണുമ്പോൾ ചിരിക്കലല്ല. ചിരി എന്തിന്റെ ലക്ഷണമാണ്? സൽസ്വഭാവത്തിന്റെ ലക്ഷണമാണ്. സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ നല്ല നേച്ചറാണ്. ഈ നല്ല നേച്ചർ എങ്ങനെ സ്ഥാപിച്ചെടുക്കാൻ സാധിക്കും? ഇനി നമുക്ക് അതാണ് ആലോചിക്കേണ്ടത്. അതും കൂടി പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഈ വിഷയം തീരും. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ സൽസ്വഭാവികളിൽ ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്ന ഉന്നത സ്വഭാവക്കാരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി വിജയിപ്പിക്കുകയും രക്ഷപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ.